അപ്പോഴേ എല്ലാവർക്കും ഹാപ്പി സൺഡേ. ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എപ്പോഴും പോലെ തനിച്ച് എല്ലാവരും അവരുടേതായ പല വഴിക്ക് പോയി. പിന്നെ നോക്കുന്നതെല്ലാം ജോലികളാണല്ലോ. വീട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്. എങ്കിലും ഈ വീട്ടിലിരിക്കുന്നത് ആണ് ഏറ്റവും വലിയ ജോലി. കാരണം നമുക്ക് നോക്കുന്ന ഒരുപാട് ജോലികളാണ്. ജോലിക്ക് പോയാലും ചെയ്യണമെങ്കിലും നമ്മൾ ഒരുപാട് ജോലികൾ വീട്ടിൽ പെട്ടെന്ന് തീർക്കുന്ന നമ്മൾ പതുക്കെ പതുക്കെ ചെയ്ത് അങ്ങനെ. ഇപ്പം ഞാൻ എന്താ ഒരു കാര്യം കാണിച്ചു തരട്ടെ. നമ്മുടെ ഇഞ്ചിയാണ് ഇത്, മൊത്തം നമ്മുടെ ഇഞ്ചിയാണ്. ഇതൊക്കെ നട്ട് വച്ച് ഇനി കിളച്ചെടുക്കണം. ഇത് കിളച്ചെടുത്തിട്ട് നമ്മൾ വിപണിയിൽ കൊടുക്കുക. പതിവ് കാണുന്നുണ്ടോ? അപ്പം ഞാനിത് ഒരിത്തിരി ഇന്നിനി മീൻകറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് ഇളക്കി എടുത്തുകൊണ്ട് പോകും. ഇളകുന്നില്ല കണ്ടോ, നമ്മുടെ ഇഞ്ചി ഇവിടെ എല്ലാം ഉണ്ട് കണ്ടോ. ഇതെല്ലാം ഇങ്ങനെ മണ്ണിൽ കിടക്കുക കണ്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇന്ന് നമ്മുടെ പിന്നെ ഒരുപാടുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ കിളച്ചെടുക്കണം. കാണാമോ? ഉണ്ടോ ഇതൊക്കെ. ഞാനിങ്ങനെ ഇത്തിരി വന്ന് മീനിന് വേണ്ടിയിട്ട് ഇളക്കി എടുത്തോണ്ട് പോകും കണ്ട. നല്ല ഇഞ്ചിയാണ് നമ്മൾ നടുന്നത് തന്നെ. മഞ്ഞളായാലും അത് നമ്മൾ ഉണക്കി പൊടിക്കുന്നത് നമ്മുടെ ഇഞ്ചി. ഇതൊക്കെ നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ട് എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ കഴിയത്തില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും പറ്റുന്നത് പോലെ വീട്ടിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഒക്കെ കാട് പിടിച്ച് കിടക്കും. ഒത്തിരി ദിവസമായി പുള്ളി ഇങ്ങനെ ഓട്ട് പിടിക്കാനും ഒക്കെ ഇറങ്ങിപ്പോയിട്ട്. ഇത് നമ്മുടെ പേരയാണ്. കുറേ പേരകളൊക്കെ ഉണ്ട് കേട്ടോ. കിലോ പേരയുണ്ട് ഇവിടെ, ചാമ്പയുണ്ട്, റംബൂട്ടാനൊക്കെ ഉണ്ട്. നമ്മുടെ ഇതിപ്പോൾ കാട് പോലെയായി. ഈ പീനട്ട് ബട്ടർ ആർക്കും വേണ്ട. അപ്പോൾ ശരി, എന്നാൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല. ഞായറാഴ്ചയും നിങ്ങളോടൊപ്പം ഒന്ന് കൂടിയേക്കാം എന്നേ കരുതിയുള്ളൂ. പ്രത്യേകിച്ച് ഒന്നുമില്ല പറയാൻ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അത്രേ പറയാനുള്ളൂ. ഓക്കെ, സന്തോഷം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. മനസ്സിലെ വിഷമങ്ങളൊക്കെ എങ്ങനെ നമ്മളോട് തന്നെ പറയുക. ഓക്കെ.